നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് സംസ്ഥാനം. BJPയുടെ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി ഈ മാസം 11-ന് കൊച്ചിയിൽ. ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റുമായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക്. കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് കെ സുധാകരൻ. തൃശൂർ CPI-യിൽ പൊട്ടിത്തെറി. UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് CC മുകുന്ദൻ. നാട്ടിക CPI-യുടെ പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. പാർട്ടി മറുപടി നൽകുമെന്ന് ഗീതാ ഗോപി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. രാജ്യത്തിന്റെ ഊർജ്ജ മേഖല ഭദ്രമെന്നും മന്ത്രി. പ്രസ്താവനയല്ല, ചർച്ചയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷം. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. എണ്ണവില 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. ക്രൂഡ് ഓയിൽ ബാരലിന് $114. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇടിഞ്ഞ ഇന്ത്യൻ വിപണിയും. സെൻസെക്സിലും നിഫ്റ്റിയിലും ഇടിവ്. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം 46 പൈസ കുറഞ്ഞ് സർവകാല തകർച്ചയിൽ. സ്വർണ്ണവില പവന് 1440 രൂപ കുറഞ്ഞു. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ. മന്ത്രിയെ വാളകത്തെ വീട്ടിൽ വളരെ മോശം സാഹചര്യത്തിൽ കണ്ടുവെന്നും തെളിവുണ്ടെന്നും ഭാര്യ. മുൻ DGP R. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ സഹായം തേടിയെങ്കിലും പോലീസ് ഇടപെട്ടിട്ടില്ലെന്നും ബിന്ദു മേനോൻ. പ്രണയം ഒരു കുറ്റമല്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ മുതലെടുപ്പെന്നും KB ഗണേഷ് കുമാർ. മന്ത്രിയുടെ ഭാര്യയ്ക്ക് നീതി നിഷേധിച്ചത് മുഖ്യമന്ത്രിയുടെ പോലീസ് എന്ന് പ്രതിപക്ഷം. KSRTC-യിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ കോടതി മേൽനോട്ടം വഹിക്കും. നഷ്ടം സഹിച്ചും KSRTC എന്തിന് പ്രവർത്തിക്കുന്നുവെന്ന് സുപ്രീം കോടതി. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി ഈ മാസം 11-ന് കൊച്ചിയിലെത്തും. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മഹാസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സുപ്രധാന പ്രഖ്യാപനങ്ങളും വേദിയിലുണ്ടാകും. രാഹുൽ ഗാന്ധി നടത്തുന്നത് പോലെ പരാജയപ്പെട്ട പ്രഖ്യാപനങ്ങളാകില്ല മോദി നടത്തുക എന്ന് BJP കേന്ദ്ര നേതൃത്വം പറഞ്ഞു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ പോരാട്ടത്തിനാണ് 3 മുന്നണികളും തയ്യാറെടുത്തിരിക്കുന്നത്. വാശിയേറിയ ഈ പോരാട്ടത്തിൽ BJP നയിക്കുന്ന NDAക്ക് കരുത്ത് പകരാനാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത്. 2 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ഇത്തവണ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കും. 3 പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് കൊച്ചിയിലുള്ളത്. ഏകദേശം 11:30 മണിയോടുകൂടി പ്രധാനമന്ത്രി കൊച്ചിൻ എയർപോർട്ടിൽ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് അഖില കേരള ധീവര സഭയുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസിൽ പങ്കെടുക്കാനായിട്ട് മറൈൻ ഡ്രൈവിലേക്ക് പോകും. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആണ് കലൂർ സ്റ്റേഡിയത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുക. ആ ഔദ്യോഗിക പരിപാടിയും കഴിഞ്ഞ് ആണ് പാർട്ടിയുടെ NDAയുടെ മഹാസമ്മേളനത്തിൽ അദ്ദേഹം എത്തിച്ചേരുക. പ്രധാനമന്ത്രിക്ക് പുറമെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങി മുതിർന്ന ദേശീയ നേതാക്കളും വേദിയിലെത്തും. സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി നൽകിയതുപോലെ പരാജയപ്പെട്ട പ്രഖ്യാപനങ്ങളാകില്ല എന്നാണ് BJPയുടെ വിമർശനം. കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി നടത്തിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കർണാടക സംസ്ഥാനം തന്നെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഒരു സ്വയം പരാജയമാണ്. കേരളത്തിൽ കോൺഗ്രസ് UDF ഭരണത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും ആർക്കുമില്ല. ഇതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് അധപ്പതിക്കും, അസ്തമിക്കും. ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടാകും. അതിനോടനുബന്ധിച്ച് NDA ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ ആ 11-ാം തീയതി നമുക്ക് നേരിട്ട് കാണാം. രാഹുൽ ഗാന്ധി നൽകിയതുപോലെ പരാജയപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് BJP പറയുന്നത്. ഏതായാലും കൂടുതൽ പാർട്ടികളെയും നേതാക്കളെയും മുന്നണിയിലേക്ക് എത്തിച്ച് സുശക്തമായാണ് ഇത്തവണ NDA കളത്തിലിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ പ്രതീക്ഷയാണ് BJP കേന്ദ്ര നേതൃത്വവും പങ്കുവയ്ക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പകുതിയിലധികം സ്ഥാനാർത്ഥി ലിസ്റ്റുമായി നേതാക്കൾ ഡൽഹിയിലേക്ക് തിരിച്ചു. K. ബാബുവും രാഹുൽ മാങ്കൂട്ടവും ഒഴികെ എല്ലാ MLA മാരും മത്സരിക്കും.
സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പകുതിയിലധികം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുമായാണ് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തുന്നത്. സിറ്റിംഗ് MLA-മാരുടെയും ചർച്ചയിൽ ഒറ്റപ്പേര് മാത്രം ഉയർന്ന സീറ്റുകളുടെയും പട്ടികയാണ് പ്രഖ്യാപനത്തിന് തയ്യാറാക്കിയിരിക്കുന്നത്. കെ ബാബുവും രാഹുൽ മാങ്കൂട്ടവും ഒഴികെ എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരരംഗത്തുണ്ട്. അതേസമയം ഘടകകക്ഷികളുടെ സീറ്റിൽ ചർച്ചകൾ തുടരുകയാണ്. UDF-ൽ മുസ്ലിം ലീഗുമായി മാത്രമാണ് ചർച്ച പൂർത്തിയായത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇടുക്കി, കുട്ടനാട് സീറ്റുകൾ വിട്ടുനൽകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. മട്ടന്നൂർ ഒഴികെ RSPയുടെ 4 മണ്ഡലങ്ങളിൽ ധാരണയായിട്ടുണ്ട്. കൊല്ലം സീറ്റ് വേണമെന്നാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രധാന ആവശ്യം. എന്നാൽ കൊല്ലം വിട്ടുകൊടുക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. CMP, കേരള കോൺഗ്രസ്, ജേക്കബ് വിഭാഗങ്ങളുമായി ഓരോ സീറ്റിൽ ധാരണയായിട്ടുണ്ട്. LDF-ൽ CPM-ന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥി പട്ടികയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. A ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രചാരണം ആരംഭിച്ച BJP-യുടെ സ്ഥാനാർത്ഥി ലിസ്റ്റും ഇന്ന് കേന്ദ്രത്തിന് സമർപ്പിക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന അടുത്ത മണിക്കൂറിൽ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് പ്രമുഖ മുന്നണികളുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെ സുധാകരൻ MP സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടാണ് MPയുടെ പ്രതികരണം. കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്നാണ് മുൻ KPCC അധ്യക്ഷൻ ഉറപ്പിച്ചു പറഞ്ഞത്. അതെ, അത് നാളെ നടക്കട്ടെ. ഒരു പ്രതീക്ഷയില്ല, നടക്കട്ടെ. നടന്നിട്ട് ഒരു തീരുമാനം വരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. 110% ഉണ്ട്. അതിലെന്താ കുഴപ്പം? ഓ, ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. ആ, കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. മത്സരിക്കും. തൃശൂർ CPI-യിൽ പൊട്ടിത്തെറി. പേയ്മെന്റ് സീറ്റ് ആരോപണം ഉന്നയിച്ച് CPI-യോട് ഇടഞ്ഞ നാട്ടിക MLA CC മുകുന്ദൻ UDF സ്വതന്ത്രനായേക്കും. UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് CC മുകുന്ദൻ MLA KC വേണുഗോപാലും ചെന്നിത്തലയും മുകുന്ദനുമായി സംസാരിച്ചു. ഗീതാഗോപിക്ക് അവസരം കിട്ടിയത് പാർട്ടിക്ക് പണം പിരിച്ചു കൊടുത്തതുകൊണ്ടെന്ന് CC മുകുന്ദൻ ആരോപിച്ചു. ലളിത ജീവിതം കൊണ്ടും മണ്ഡലത്തിലെ സാന്നിധ്യം കൊണ്ടും ജനശ്രദ്ധ നേടിയ CC മുകുന്ദൻ MLA-ക്ക് രണ്ടാമതൊരു അവസരം CPI നിഷേധിച്ചതോടെയാണ് പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞ CC മുകുന്ദൻ അത് പാർട്ടിക്കെതിരായ പ്രതിഷേധമാണെന്നും പ്രഖ്യാപിച്ചു. ഗീതാഗോപിക്ക് സീറ്റ് നൽകിയത് പേയ്മെന്റ് സീറ്റാണോ എന്ന് പരിശോധിക്കണമെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ നിങ്ങൾ ജയിക്കോ? ജയിക്കലല്ല കാര്യം. ജയിക്കുക മാത്രമല്ല, എനിക്ക് ജനങ്ങളോട് പറയേണ്ട കാര്യം തുറന്നു പറയാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും. അതിനുശേഷമാണ് പല പാർട്ടിക്കാരും എന്നെ വിളിച്ച് സംസാരിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ പിന്തുണ എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുമായി പ്രചരണം ഇറങ്ങുമ്പോൾ എന്നെ സഹായിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെ കൂടെ നിന്ന് ഞാൻ ഈ പ്രചരണ രംഗത്ത് തന്നെ കൂടി ഈ പ്രവർത്തന രംഗത്തുണ്ട് അവരെ കൂട്ടിയോജിച്ച് മുന്നോട്ട് പോകും. ഇതൊരു അവസരമായി കണ്ട CC മുകുന്ദനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതേസമയം CC മുകുന്ദനെ ശത്രുവായി കാണുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. മുകുന്ദന് പറയാനുള്ളത് പാർട്ടി കേൾക്കും. ഇത്രയും വർഷം സ്നേഹിച്ച പാർട്ടിയെ മുകുന്ദൻ തള്ളിക്കളയുമെന്ന് കരുതുന്നില്ല. പേയ്മെന്റ് സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരിക്കലും ശത്രുവായിട്ട് കാണില്ല. മുകുന്ദന് പറയാനുള്ള ഏത് കാര്യവും പാർട്ടി കേൾക്കും. ഇത്രയും വർഷം മുകുന്ദൻ സ്നേഹിച്ച പാർട്ടിയെ എന്തിൻ്റെയെങ്കിലും പേരിൽ തള്ളിപ്പറയുമെന്നോ ശത്രുവളയത്തിലെ ഒരു ആളായിട്ട് മുകുന്ദൻ മാറുമെന്നോ ചിന്തിക്കാൻ മാറ്റിക്കരുതില്ല. CC മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം UDF നേതൃത്വം പറഞ്ഞിട്ടില്ലെന്നും മുകുന്ദൻ പാർട്ടി വിട്ടുപോകുമെന്ന് കരുതുന്നില്ലെന്നും CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദനും പറഞ്ഞു. CC മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതാവാണ്, MLA ആണ്. സഖാവ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDF നേതൃത്വം തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. തീർച്ചയായും ഈ കാര്യങ്ങൾ, ഈ നിജസ്ഥിതി ഞങ്ങൾ പരിശോധിക്കും. പാർട്ടി നിയോഗിച്ച പേഴ്സണൽ സ്റ്റാഫ് വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്ന് MLA ആരോപിച്ചതോടെയാണ് മുകുന്ദനും പാർട്ടിയും തമ്മിൽ ഇടയുന്നത്. പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് പതിവായതോടെയാണ് മുകുന്ദനെതിരെ നടപടി വന്നത്. അതിലും തീരാതെയാണ് ഇപ്പോൾ സീറ്റ് നിഷേധം. അമൃത ന്യൂസ്, തൃശൂർ. CC മുകുന്ദൻ വിസ്മയത്തിന്റെ ഭാഗമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊട്ടാരക്കരയിലും പാലക്കാടും വിസ്മയങ്ങൾ കണ്ടില്ലേ? ഇതുപോലെ ഒരുപാട് വിസ്മയങ്ങൾ ഇനിയും നടക്കുമെന്നും സതീശൻ കോഴിക്കോട് പറഞ്ഞു. തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നല്ല ആളാണ്,
വളരെ നല്ല ജനകീയനായിട്ടുള്ള ഒരാളാണ്. ഞാൻ വിസ്മയം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളൊരു ചിരി ഉണ്ടായിരുന്നു, എന്ത് വിസ്മയം എന്നുള്ളത്. എത്ര വിസ്മയങ്ങൾ വരുന്നു, ഇനിയുണ്ട്. ഇത് ഈ നാട്ടികയിൽ മാത്രമല്ലെന്ന് ഒരുപാട് സ്ഥലത്തുണ്ടെന്ന്. മുകുന്ദനെ പോലുള്ള വിസ്മയങ്ങൾ ഇനിയുണ്ട്. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ മന്ത്രിയെ വാളകത്തെ വീട്ടിൽ വളരെ മോശം സാഹചര്യത്തിൽ കണ്ടുവെന്ന് ആരോപണം. മുൻ DGP ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ സഹായം തേടിയെങ്കിലും പോലീസ് ഇടപെട്ടിട്ടില്ലെന്നും ബിന്ദു മേനോൻ ആരോപിച്ചു. ആ സംഭവത്തിന്റെ ഫോട്ടോകളെല്ലാം കയ്യിലുണ്ട്. പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് തടഞ്ഞു. അന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. വീടിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കാതെ വാതിലടച്ചു. പോലീസിനെ വിളിച്ചതിന് പിന്നാലെ ആ സ്ത്രീയെ കാറിൽ കയറ്റിവിട്ടു. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി KB ഗണേഷ് കുമാർ. തനിക്ക് വീടിനുള്ളിൽ തന്നെ ശത്രുക്കളുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പാണ് ആരോപണങ്ങൾ. പ്രണയം ഒരു കുറ്റമല്ലെന്നും മാധവിക്കുട്ടിയും ജവഹർലാൽ നെഹ്റുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ഒക്കെ പ്രണയിച്ചിട്ടുണ്ട്. പിന്നെ തനിക്ക് പ്രണയിച്ചുകൂടെയെന്നും ഗണേഷ് കുമാർ ചോദിച്ചു. ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും അത് വ്യക്തിപരമായ കാര്യമാണ്. ഇതൊന്നും പത്തനാപുരത്തുകാർ വിശ്വസിക്കില്ല. മേയർ സ്ഥാനം കിട്ടാത്തതിന്റെ കൊതിക്കറുവാണ് ശ്രീലേഖ നടത്തുന്നതെന്നും ഗണേഷ് കുമാർ കൊല്ലത്ത് പ്രതികരിച്ചു. ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങൾ ഈ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇപ്പോൾ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിനെന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു. മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സത്യസന്ധതയുള്ള വിശ്വാസം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്തതാണ്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബറിടങ്ങളിൽ ആക്രമിക്കുന്നത്, പൈസ കൊടുത്ത് രാഷ്ട്രീയം, ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിനകത്ത് BJPയും പങ്കാളിയാണ്. രാഷ്ട്രീയമായി ഇത് ഒരു കാര്യം ഞാൻ പറയാം, പത്തനാപുരത്തെ നിയമമണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. 2001 ആരാണ് ഗണേഷ് കുമാർ എന്നറിയില്ല, വെറും സിനിമാ നടൻ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മോനാണെന്ന് മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തനാപുരത്ത് എൻ്റെ മത്സരിക്കുമ്പോൾ എന്നെപ്പറ്റി പറയാത്ത അസഭ്യമില്ല. അന്ന് എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെപ്പറ്റി 25 പേജുള്ളൊരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്താണ്. ക്രൈം വാരിയെ ലക്ഷക്കണക്കിന് അടിച്ച് ഈ നാട് മുഴുവൻ വിതരണം. ഞാൻ 10,000 വോട്ടാണ് ജയിച്ചത്. വലിയ നേതാവായിരുന്ന രാജീവ് ഗാന്ധി മരിച്ച ചിതാഭസ്മവുമായി പ്രചരണം നടത്തിയപ്പോൾ 1800 വോട്ടിന് കൊടിക്കുന്ന് സുരേഷ് ലീഡ് ചെയ്ത ആര്യങ്കാവ് പഞ്ചായത്തിൽ 8 വോട്ടിന് എനിക്ക് ലീഡുണ്ടായിരുന്നു. അത് 1500 വോട്ട് കൊടിക്കുന്ന് സുരേഷിന് പുറകിലായിരുന്നു. അദ്ദേഹം ചിതാഭസ്മമായി വന്നപ്പോൾ LDFന് മുൻതൂക്കമല്ല ആര്യങ്കാവ് പഞ്ചായത്തിൽ അദ്ദേഹം 1800 വോട്ടിന് പുറകിലായിരുന്നു. പക്ഷേ ഞാൻ മത്സരിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥിയായി എനിക്ക് 8 വോട്ട് കൂടുതൽ കിട്ടിയതാണ്. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇത് രാഷ്ട്രീയമല്ല, ഇത് കേരള ജനതയുടെ ഒരു ആവശ്യമുള്ള കാര്യം. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി DGPക്ക് പരാതി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണനാണ് പരാതി നൽകിയത്. മന്ത്രിയെ മറ്റൊരു സ്ത്രീയുമായി കിടപ്പുമുറിയിൽ കണ്ട ഭാര്യ 112ലേക്ക് വിളിച്ചറിയിച്ചു എന്നും ഇതിൽ പ്രകോപിതരായ മന്ത്രിയുടെ സ്റ്റാഫ് മർദ്ദിച്ചു എന്നും പരാതിയിൽ പറയുന്നു. മന്ത്രിക്കും സ്റ്റാഫിനുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഗണേഷ് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ പോലീസാണ് ഒരു സ്ത്രീക്ക് നീതി നിഷേധിച്ചത്. മന്ത്രിയുടെ ഭാര്യയായതിനാൽ പോലീസ് പേടിച്ചോടിയതാണോ? ഇങ്ങനെയായാൽ കേരളത്തിൽ ഏത് സ്ത്രീക്കാണ് നീതി ലഭിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു. ഞാൻ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തു പറയുന്നു, എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ്. എന്ന് പറയട്ടെ. ഒരു സ്ത്രീയുടെ പരാതിയാണ്. ഒരു സ്ത്രീയെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് ആക്രമിച്ചത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. എന്നിട്ട് പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നു, പോലീസ് ഒന്നും ചെയ്യാതെ അവരുടെ പരാതി പോലും കേൾക്കാതെ അവരെ രക്ഷപ്പെടുത്താതെ അവർ മടങ്ങിപ്പോകുന്നു. അവർ ഓടി പുറത്തിറങ്ങി അവരാണ് രക്ഷപ്പെടുന്നത് സ്വയം. അത് പരിതാപകരമായ ഒരവസ്ഥയാണ്. ഇദ്ദേഹം പറയട്ടെ, മറുപടി പറയട്ടെ. ശ്രീ പിണറായി വിജയൻ മറുപടി പറയട്ടെ. ഗണേഷിന്റേത് സാമൂഹ്യ അധപ്പതനത്തിന്റെ മുഖമാണ്. മന്ത്രിയുടെ ഭാര്യ തന്നെ പരാതി നൽകിയിട്ട് മുഖ്യമന്ത്രി എന്ത് നടപടിയെടുത്തു? ഇത് രാഷ്ട്രീയ ആരോപണമല്ലെന്നും ഭാര്യ എന്ത് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഗണേഷിനെതിരെ പരാതി നൽകുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു. അവനവൻ ചെയ്യുന്നതിൻ്റെ കാര്യം അവർ തന്നെ അനുഭവിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അത് അതിൻ്റെ വഴിക്ക് വയ്ക്കോട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് കൂടുതൽ പ്രശ്നം. അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്ന ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്പർ കൂടുന്നതാണ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നത് എന്നൊരു മെസ്സേജാണ് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി പുറത്തോട്ട് കൊടുത്തിരിക്കുന്നത്. അതാണോ കേരള സംസ്കാരം? അതാണോ നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്ത?
ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇതുപോലെയൊരു മെസ്സേജാണ് താഴേക്ക് കൊടുക്കാൻ പോകുന്നത് എങ്കിൽ നമ്മൾ സാമൂഹ്യമായി എത്ര അധപതനത്തിലാണ് നിൽക്കുന്നത് എന്ന് നോക്കണ്ടേ. വളരെ തെറ്റായൊരു സമീപനമല്ലേ അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ ഒന്ന് ലീഗലായ ഒരു വശമുണ്ട്, രണ്ട് അതിൻ്റെ മോറലായിട്ടുള്ള ബാധ്യതകളുണ്ട്. ലീഗലായിട്ടുള്ള വശം നോക്കിയാൽ അദ്ദേഹം പണ്ടൊരിക്കൽ ഈ വിഷമത്തിലൂടെയൊക്കെ ഒന്ന് പോയതാണ്. കേസുണ്ടായിരുന്നു, ആ കേസ് മുന്നോട്ട് പോയതാണ്, അതിൻ്റെ പേരിൽ ഒത്തിരി നടപടികൾ വന്നതാണ്. അതിനുശേഷം അദ്ദേഹം ഇതെല്ലാം തിരുത്തും എന്നുള്ള പ്രതീക്ഷയിൽ ജനങ്ങളെല്ലാം കാത്തിരുന്നതുമാണ്. അദ്ദേഹം ഒന്നും തിരുത്തിയിട്ടില്ല എന്നല്ലേ ഇപ്പം മനസ്സിലാകുന്നത്. ഇല്ലെന്ന് മാത്രമല്ല, ഊരും പേരുമില്ലാത്ത മെയിലിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്ത പോലീസ് ഗണേഷ് കുമാറിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുക എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഹോട്ടൽ വളഞ്ഞൊരു MLA രാത്രി അറസ്റ്റ് ചെയ്തു. എപ്പോഴാണ് അതുപോലെ ഗണേഷ് കുമാറിനെ പിടികൂടുക? എപ്പോഴാണ് മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങുകയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. സാധാരണ ഒരാളെ 3 പേരടിക്കുക, ആ 3 പേരടിച്ചതിൻ്റെ 3 പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ ചരിത്രം എന്താണ്? ഒരൊറ്റ അടിയിലെ ഒരു പാടിന് 3 അവകാശികൾ ഉണ്ടായ ആളാണ് ശ്രീ KB ഗണേഷ് കുമാർ. ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു മെയിലിലൂടെ ഊരും പേരുമില്ലാത്ത, ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൗസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ KB ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? എപ്പോഴാണ് ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം കസേരയിലേക്ക് ചമറഞ്ഞിരുന്നിട്ട് കപ്പിൽ ചായ കുടിക്കുക എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത്ര ഗൗരവത്തിലുള്ള ഒരു വിഷയത്തിനകത്ത് പരാതി പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് എന്ത് നടപടിയാണ് ആ വിഷയത്തിനകത്തുണ്ടായത് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയണം, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പറയണം, പോലീസ് സംവിധാനം പറയണം. ഇനി ശ്രീ KB ഗണേഷ് കുമാറിനോടുള്ള പ്രത്യക്ഷത്തിലുള്ള ചോദ്യം, അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പറയാം. അദ്ദേഹത്തിന് എത്ര പ്രണയങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ വിഷയമല്ല. പക്ഷെ അതേ KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നും അല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളായിട്ട് ചോദിക്കുന്നത്. അദ്ദേഹം ഞാൻ പ്രണയമാണെന്ന് പറയുമ്പോഴും അന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി എത്ര പ്രണയമാണ് എന്ന് പറഞ്ഞാലും അത് അനുവദിക്കപ്പെടാത്ത രീതിയിലുള്ള വിരുദ്ധ പ്രവൃത്തി അന്നുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം മറുപടി. NSS ജനറൽ സെക്രട്ടറി പിതൃതുല്യനെന്ന് KB ഗണേഷ് കുമാർ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് സുകുമാരൻ നായർക്കൊപ്പം നിഴലായി നിൽക്കണമെന്നാണ്. അതാണ് ഇപ്പോഴും അനുസരിക്കുന്നത്. അദ്ദേഹം രാജിവെക്കാൻ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം രാജിവെക്കുമെന്നും ഗണേഷ് കുമാർ കൊല്ലത്ത് പറഞ്ഞു. KB ഗണേഷ് കുമാറിനെ പത്തനാപുരം NSS യൂണിയൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രവർത്തകർ G സുകുമാരൻ നായരെ സമീപിച്ച സാഹചര്യത്തിലായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം. NSS ജനറൽ സെക്രട്ടറി എന്നോട് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാത്ത, അദ്ദേഹം പോലും അറിയാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം തീരുമാനിക്കും. എൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഗണേഷ് കുമാർ നിങ്ങൾ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ നിമിഷം രാജിവെക്കും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ പിതൃസ്ഥാനീയനായി നിന്ന് എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുന്ന വ്യക്തിയാണ് NSS ജനറൽ സെക്രട്ടറി. പറയാൻ എനിക്ക് യാതൊരു ലജ്ജയുമില്ല, അഭിമാനമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ മരിക്കുന്നതും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സുകുമാരൻ നായരുടെ കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ നിൽക്കാം എന്ന് എൻ്റെ അച്ഛൻ മരിക്കുന്നതിനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാലിച്ചിരിക്കും. അതിന് എനിക്ക് സ്ഥാനമാനങ്ങൾ പ്രശ്നമല്ല. അദ്ദേഹം എനിക്ക് തന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറയാം, സാറേ ഒന്നും വേണ്ട, ഇനി ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹമാണ് എന്നെ ഡയറക്ടർ ബോർഡിലേക്ക് എടുത്തത്. എന്നെ പ്രമുഖ ചരിത്രകാരനും കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സ്ഥാപക ചെയർമാനുമായ KN പണിക്കർ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. അധിനിവേശ കാലഘട്ടത്തിലെ സാംസ്കാരിക ഭൗതിക ചരിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണ മേഖല. മലബാർ കലാപത്തെക്കുറിച്ചുള്ള മലബാർ കലാപം പ്രഭുത്വത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായി. JNUവിലെ ചരിത്ര വിഭാഗം മേധാവിയും സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ഡീനുമായിരുന്നു. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനുമായിരുന്നു. നാളെ രാവിലെ 10 മണി മുതൽ ജവഹർ നഗറിലെ വസതിയിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. മുഖ്യമന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ അനുശോചിച്ചു.
യഥാർത്ഥ മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ ചരിത്രബോധത്തിന്റെ കാവൽക്കാരനായി നിലകൊണ്ട സാംസ്കാരിക നായകനായിരുന്നു ഡോക്ടർ KN പണിക്കരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയുടെ ബഹുസ്വരത ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ രൂപപ്പെട്ടു വന്നതാണെന്നും അതിന്റെ തകർച്ച ഇന്ത്യയുടെ തന്നെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നും എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അധ്യാപനത്തിലൂടെയും അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. KSRTCയിൽ നിർണായക ഇടപെടലിന് സുപ്രീം കോടതി. ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ കോടതി മേൽനോട്ടം വഹിക്കും. വിരമിച്ച ഉദ്യോഗസ്ഥന് ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയായിരുന്നു തീരുമാനം. ഇതിനിടയിൽ നഷ്ടം സഹിച്ചും KSRTC എന്തിന് പ്രവർത്തിക്കുന്നുവെന്നും സുപ്രീം കോടതി ചോദിച്ചു. 2024 വെഹിക്കിൾ ഇൻസ്പെക്ടറായി വിരമിച്ച പ്രദീപ് D. നായർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ നിർണായക തീരുമാനം. KSRTCയിൽ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ മേൽനോട്ടം വഹിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സീനിയോറിറ്റി ഉൾപ്പെടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന വിഷയത്തിലാകും കോടതി ഇടപെടലെന്നും ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് അറിയിച്ചു. പ്രതിവർഷം 1500 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നും അതുകൊണ്ടാണ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ വിതരണത്തിൽ വീഴ്ചയുണ്ടാകുന്നതെന്നും KSRTC വാദിച്ചു. എന്നാൽ നഷ്ടത്തിലാണെന്ന കാരണത്താൽ വിരമിക്കൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ലെന്ന KSRTCയുടെ വാദത്തോട് കോടതി വിയോജിച്ചു. നഷ്ടം സഹിച്ച് KSRTC എന്തിന് പ്രവർത്തിക്കുന്നുവെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. സർക്കാർ സ്ഥാപനം നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതേ മേഖലയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾ ലാഭത്തിലല്ലേ എന്നും ബെഞ്ച് ചോദിച്ചു. KSRTC ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി അതിനു മുൻപായി വിരമിച്ച ഉദ്യോഗസ്ഥന് പെൻഷൻ ആനുകൂല്യം നൽകാൻ നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കത്തിലൂടെയും സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ ആഹ്വാനം ചെയ്തു. രാജ്യത്തിന്റെ ഊർജ്ജമേഖല ഭദ്രമാണെന്നും അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു. അതേസമയം ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ആദ്യ ദിനം പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറി. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം ആശങ്കപ്പെടുത്തുന്നതാണെന്നും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രാജ്യസഭയിലും ലോക്സഭയിലും നടത്തിയ പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. GCC ഭരണത്തലവന്മാരുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തി. സമാധാന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ഇന്ത്യയുടെ ആഹ്വാനം. 67,000 പൗരന്മാരെ ഇതുവരെ തിരിച്ചെത്തിച്ചിട്ടുണ്ടെന്നും മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വിമാന സർവീസ് ഉറപ്പാക്കുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. Indian diplomacy has supported the endeavors of our energy enterprises in this volatile situation. Honorable Chairman, sir, let me conclude by highlighting the 3 guiding factors of our approach. 1. India is in favor of peace and urges a return to dialogue and diplomacy. We advocate de-escalation, restraint and ensuring the safety of civilians. ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുടെ വ്യാപാര പങ്കാളികളാണ്. ടെഹ്റാനിലെ ഇന്ത്യക്കാർക്ക് ഇതിനോടകം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. രാജ്യത്തിന്റെ ഊർജ്ജ മേഖല ഭദ്രമാണെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന മാത്രമല്ല, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിൽ വിശദമായ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. करीब 1 करोड़ भारतीय काम करते हैं जिनकी सुरक्षा और लाइवलीहुड वहां की स्थिरता पर निर्भर करता है. हाल ही की घटना में कुछ भारतीय नागरिक मारे गए हैं या लापता है. പശ്ചിമേഷ്യൻ സംഘർഷം, ഊർജ്ജ പ്രതിസന്ധി, വിലവർദ്ധനവ് തുടങ്ങിയ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം പാർലമെന്റ് കവാടത്തിലും പ്രതിഷേധം നടത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇറാനിൽ സംഘർഷം തുടരുകയാണ്. ഒരു അമേരിക്കൻ സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 8 ഉയർന്നു. ബാഗ്ദാദിലെ തെക്കൻ അൽ ഇലാം മേഖലയിൽ ഡ്രോൺ വീണതിനെ തുടർന്ന് ഒരു വീടിന് തീപിടിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. അതിനിടെ ഇറാൻ വിഷയത്തിൽ പ്രതികരിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചു. നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പരസ്പര ധാരണയോടെ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
മുജ്തബ ഖമനേയി ഇറാന്റെ പരമോന്നത നേതാവ്. തീരുമാനം പരമോന്നത നേതാവിനെ നിശ്ചയിക്കാൻ അധികാരമുള്ള 88 അംഗ വിദഗ്ധ സമിതിയുടേത്. ആയത്തുള്ള അലി ഖമനേയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഖമനേയി. സൈന്യത്തിന് മേലുള്ള അധികാരം മുതൽ വിദേശ നയം വരെയുള്ള എല്ലാ നിർണായക മേഖലകളിലും അന്തിമ വാക്കിനി മുജ്തബയുടേതായിരിക്കും. വോട്ടെടുപ്പിലൂടെയാണ് മുജ്തബയെ പിൻഗാമിയായി നിശ്ചയിച്ചത്. ഇറാനിയൻ ഭരണഘടനാ പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയാണ് പരമോന്നത നേതാവിൻ്റേത്. വർഷങ്ങളായി ഇറാന്റെ ഭരണകാര്യങ്ങളിൽ പിന്നിൽ നിന്ന് നിർണായക സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് മുജ്തബ. ഇറാനിലെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി അടുത്ത ബന്ധമുണ്ട് മുജ്തബയ്ക്ക്. ഇറാനിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ആദ്യമായാണ് അധികാരം പിതാവിൽ നിന്ന് മകനിലേക്ക് കൈമാറുന്നത്. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. കുടുംബവാഴ്ചയ്ക്കെതിരെ ഇറാനിലെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. മുജ്തബയുടെ തീവ്ര നിലപാടുകൾ പാശ്ചാത്യ രാജ്യങ്ങളുമായും ഇസ്രായേലുമായുള്ള ഇറാന്റെ ബന്ധം കൂടുതൽ വഷളാക്കും. മുജ്തബ ഖമനേയി സ്വീകാര്യനല്ലെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഖമനേയിയുടെ പിൻഗാമിയായി വരുന്നവരെയും അവരെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങളെയും വേട്ടയാടുമെന്ന് ഇസ്രായേൽ സൈന്യവും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. 15 മിസൈലുകളും 18 ഡ്രോണുകളും ഇന്ന് നേരിട്ടതായി UAE അറിയിച്ചു. ഇവയിൽ 12 മിസൈലുകൾ പ്രതിരോധിച്ചു, 3 എണ്ണം കടലിൽ വീണു. 17 ഡ്രോണുകൾ നിർവീര്യമാക്കി, ഒരെണ്ണം രാജ്യാതിർത്തിക്കുള്ളിൽ പതിച്ചുവെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 5 പേർക്ക് പരിക്കേറ്റു. അബുദാബി ഹിന്ദു ക്ഷേത്രത്തിൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശനം അനുവദിക്കില്ലെന്ന് ക്ഷേത്ര മാനേജ്മെന്റ് അറിയിച്ചു. സൗദി അറേബ്യയുടെ അൽ ജയീഫ് മേഖലയുടെ കിഴക്ക് ഭാഗം ലക്ഷ്യമാക്കിയും മറ്റു വിവിധ ഭാഗങ്ങൾ ലക്ഷ്യമാക്കിയും ശത്രുക്കൾ നടത്തിയ വൻതോതിലുള്ള ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ നീക്കങ്ങളെ സൗദി പ്രതിരോധ സേന പരാജയപ്പെടുത്തി. റിയാദിലും എണ്ണപ്പാടങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകളും മിസൈലുകളുമാണ് വ്യോമസേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തത്. അതേസമയം സൗദിയിലേക്കുള്ള ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരനും ബംഗ്ലാദേശിയും മരിച്ചു എന്ന് സൗദി ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ ഇന്ത്യക്കാരന് പരിക്കേൽക്കുക മാത്രമാണ് ഉണ്ടായതെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. മരിച്ചവരിൽ 2 പേർ ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ്. ഇറാൻ യുദ്ധം തീവ്രമായതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നു. 2022 ശേഷം ആദ്യമായി ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 47 പൈസ ഇടിഞ്ഞ് 92.21 എന്ന നിലയിലെത്തി. ഓഹരി വിപണിയിലും ഇടിവുണ്ടായി. ഇറാൻ സംഘർഷം തീവ്രമായതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. ഈ മാസം മാത്രം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 25% വർധനവുണ്ടായി. നിലവിൽ ബാരലിന് $114 മുകളിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന് 85% ഇറക്കുമതി ചെയ്യുന്നതിനാൽ എണ്ണവില വർദ്ധിക്കുന്നത് രാജ്യത്ത് പണപ്പെരുപ്പം കൂടാനും ഗതാഗത ചെലവുകൾ വർദ്ധിക്കാനും ഇടയാക്കും. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 46 പൈസയാണ് ഇടിഞ്ഞത്. ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇടിവാണ്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ സെൻസെക്സും നിഫ്റ്റിയും നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 700 പോയിന്റ് താഴ്ന്ന് ബ്രേക്കിംഗ് പോയിന്റായ 24,000-ലും താഴെ എത്തിയത് വിപണിയെ ആശങ്കയിലാക്കി. സ്വർണ്ണവിലയിലും ഇടിവാണ്. പവന് 1,440 രൂപ കുറഞ്ഞ് 1,18,560 രൂപയ്ക്കാണ് വ്യാപാരം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രചിച്ച ആദ്യ നോവലായ നിയോഗം പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ടി പത്മനാഭനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. സംവിധായകൻ ബ്ലെസ്സി പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ അടക്കമുള്ളവർ പരിപാടിയുടെ ഭാഗമായി. കഥയായി എഴുതാൻ തുടങ്ങിയത് നോവലായി മാറുകയായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നോവലിനെ നയിക്കുന്നത് ശക്തരായ 4 സ്ത്രീ കഥാപാത്രങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തരായ 3-4 സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ നോവലിനെ നയിക്കുന്നത്. അവരുടെ വികാരങ്ങളും അവരുടെ ചിന്തകളും അവരുടെ ഓർമ്മകളും അവർ ഭാവിയുടെ പ്രതീക്ഷകളും ഒക്കെ ചേർന്നാണ് ഈ നോവൽ എന്ന് പറയുന്നത്. 2 സംസ്കാരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന തരത്തിലാണ് ഇത് നമ്മൾ രൂപകൽപ്പന. റിട്ടയർഡ് ജസ്റ്റിസ് ഗോപാലഗൌഡ സമിതി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 4 തൊഴിൽ കോഡുകൾ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമിതി സമർപ്പിച്ച റിപ്പോർട്ട് 4 പ്രധാന ഭാഗങ്ങളായി ക്രമീകരിച്ചിട്ടുണ്ട്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി 3 സംസ്ഥാന നിയമങ്ങൾ കൊണ്ടുവരണമെന്നും സമിതി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സേവന വ്യവസ്ഥകൾ ക്രമീകരിക്കുവാനും അവർക്ക് ക്ഷേമ സംവിധാനങ്ങൾ ഉറപ്പാക്കുവാനും ഇത് സഹായിക്കും. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുവാനും സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ അടിയന്തരമായി തുടർ നടപടി സ്വീകരിക്കുന്നതാണ്.
ഈ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി മെട്രോമാൻ ഇ ശ്രീധരൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും പദ്ധതിയുടെ നേട്ടങ്ങൾ അറിയിക്കാനുമായി ആദ്യ ജനസമ്പർക്ക പരിപാടി മലപ്പുറത്ത് നടന്നു. കേരളത്തിന് പുതിയ വേഗം നൽകാനായി മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽവേ പദ്ധതിക്ക് വലിയ പിന്തുണയാണ് മലപ്പുറത്ത് ലഭിച്ചത്. റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നടന്ന ആദ്യ ബോധവൽക്കരണ പരിപാടിയിലാണ് പിന്തുണയുമായി ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ രംഗത്ത് വന്നത്. മലപ്പുറം മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഇ ശ്രീധരൻ പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചു. തുടർന്ന് നാട്ടുകാരും വിവിധ സംഘടനകളും മുന്നോട്ട് വെച്ച സംശയങ്ങൾക്ക് ശ്രീധരൻ മറുപടി നൽകി. അതിനാണ് ഞാൻ പറഞ്ഞത് ഫീൽഡ് സർവേ ചെയ്യണം. ഫീൽഡിൽ വന്നിട്ട് ശരിക്കുള്ള ഇൻസ്ട്രുമെൻ്റ് വെച്ച് മാനുവൽ സർവേ ചെയ്യണം. അത് ചെയ്താൽ ശരിക്കുള്ള എല്ലാം ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അത് കിട്ടി DPR ഉണ്ടാക്കി അത് 2 ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കണം. മലപ്പുറത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാവുന്ന പദ്ധതിയാണ് അതിവേഗ റെയിൽവേ പാതയെന്നും പദ്ധതി നടപ്പിൽ വരുത്താനായി സമ്മർദ്ദശക്തിയായി പ്രവർത്തിക്കുമെന്നും വിവിധ സംഘടനാ നേതാക്കൾ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണോ അതിൻ്റെ ആവശ്യമായ കാര്യങ്ങളെന്ന് വെച്ചാൽ അതിലെല്ലാം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒരു ഇടപെടലുകൾ ഉണ്ടാവും. മലപ്പുറത്തെ ദുബായ് ആക്കുക അല്ല സിംഗപ്പൂർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വന്നൊരു പ്രൊജക്റ്റാണ്. 1 മില്യൺ ആളുകളെ ഓർഗനൈസ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ പ്ലാറ്റ്ഫോം ഈ പ്രൊജക്റ്റിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് ഇതിനെ പൂർണ്ണമായിട്ടും വിജയിപ്പിക്കും. വരും ദിവസങ്ങളിൽ പാത കടന്നു പോകുന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനാണ് ഇ ശ്രീധരന്റെ തീരുമാനം. അമൃത ന്യൂസ്, മലപ്പുറം.